യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. മഅ്ശർ എന്ന് പറഞ്ഞാൽ കൂട്ടമേ എന്നല്ല. മഅ്ശർ എന്ന് പറഞ്ഞാല് അറിവിന്റെ ഒരു തലത്തിലെത്തിയ ആളുകളാണ്. പൂർണ്ണമായ അറിവിന്റെ തലത്തിലെത്താത്ത ആളുകൾ, അവരാണ് മഅ്ശർ. അല്ലാതെ ജിന്നിന്റെയും ഇൻസിന്റെയും കൂട്ടമേ എന്നല്ല. അഷറിന്നാണ് മഅ്ശർ ഉണ്ടായത്, മിഴ്ശാർ ഉണ്ടായത് ഒക്കെ അഷറെന്നാണ്. തിൽക്ക അഷറത്തുൻ കാമിലത്തുൻ എന്നൊക്കെ പറയുന്നത് അതാണ്. ഫമാ ബലഹു, അവര് എത്തിയിട്ടില്ല. മിഴ്ശാറമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയതിന്റെ മിഴ്ശാറിൽ പോലും അവരെത്തിയിട്ടില്ല. 1/10 പോലും അവരെത്തിയിട്ടില്ല എന്നാണ്. അതാണ് മഅ്ശർ. ജിന്നിന്റെയും ഇൻസിന്റെയും മഅ്ശറുകളെ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഉശറിൽ പോലും എത്താത്ത ആളുകൾ എന്നാണ് പറയുന്നത്. അറിവിന്റെ 10-1 പോലും എത്താത്ത മനുഷ്യ മനസ്സിന്റെ അകവും പുറവുമാണത്. ഈ വിജ്ഞാനത്തിന്റെ ആ തലത്തിൽ പോലും അവരെത്തിയിട്ടില്ല. ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർളി, അറിവിന്റെ ആകാശഭൂമികളുടെ കടന്നു പോകാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? അതാണ് അഖ്താറു സമാവാതി വൽ അർളി. അതാണ് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർളി. അറിവിന്റെ കിത്തറിലെത്തിയത് സുലൈമാനാണ്. കിത്തറില് അതാണ് അഖ്താർ. അത് ഖുർആൻ കുറച്ച് അറിയുന്നവർക്ക് ഞാനിത് പറഞ്ഞിരുന്നത് അറിയുള്ളൂ. സുലൈമാനാണ് അറിവിന്റെ കിത്തറിലെത്തിയത്. അതാണ് ആ ഖത്തറ്. ആ അഖ്താർ സമാവാതി വൽ അർളി ഭേദിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫംഫുദു, പൊയ്ക്കൊള്ളുക. നിങ്ങൾ അറിവിന്റെ മഅ്ശറിലേക്ക് എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിവിന്റെ സമാവാതി വൽ അർളി ഭേദിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? പൊയ്ക്കോളൂ. പക്ഷേ ഇല്ലാബി സുൽത്താൻ, ഒരു സുൽത്താനിയത്ത് നിങ്ങൾക്ക് വേണം. ആ സുൽത്താൻ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ആ സുൽത്താൻ ഏതാണ്? ബുദ്ധിയുടെ സുൽത്താനിയത്താണ്. ഈ സുൽത്താൻ ആര് കട്ടെടുത്തു? ഇബ്ലീസ് കട്ടെടുത്തു. ഇബ്ലീസ് ആവശ്യപ്പെട്ടു. ആ സുൽത്താൻ പിന്നെ തിരിച്ചു വാങ്ങുന്നത് ആരാണ്? മൂസയാണ്. കഥയാണ് അംസാക്ക. ഈ സുൽത്താന് ഇബ്ലീസ് ഇറങ്ങി പോരുമ്പോ അള്ളാടേക്കൊന്ന് വാങ്ങി. ഈ മനുഷ്യ മനസ്സിന്റെ ആധിപത്യം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ആ മനുഷ്യ മനസ്സിന്റെ ആധിപത്യം അവൻ ഏറ്റെടുത്തു. അല്ലാതെ വിമാനമില്ലാതെ ആകാശഭൂമികൾ നിങ്ങൾക്ക് മുറിച്ചു കടക്കാൻ സാധിക്കൂല. 1400 വർഷം മുമ്പ് തന്നെ ഖുർആനിൽ പറഞ്ഞുകൊടുക്കുന്നതല്ല. സുൽത്താനും മുബീൻ എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിയാണ്. ഈ മനുഷ്യബുദ്ധിയുടെ ആധിപത്യം ഇബ്ലീസ് ഏറ്റെടുത്തു. കിബറും ഇസ്സത്തും ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഇവൻ ചിന്തിക്കാതെയായി. പിന്നീട് ഈ സുൽത്താൻ തിരിച്ചു വാങ്ങുന്നത് ആരാണ്? മൂസയാണ്. ഖുർആന്റെ അടുത്തേക്ക് പോകാതെ സുൽത്താനും മുബീൻ, ഒരു സുൽത്താനും മുബീൻ കൊണ്ട് നിങ്ങൾ പോകുക എന്ന് പറയുന്നത് അതാണ്. വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുള്ള ആ കഴിവ് മനുഷ്യബുദ്ധി ഏറ്റെടുത്തു. ഇബ്ലീസിനെ മാറ്റി നിർത്തി. ഇബ്ലീസിൽ നിന്ന് ആ സുൽത്താനിലേക്ക് തിരിച്ചു പോകും. ഇതൊക്കെ ഒരു കഥയാണ്. അതൊക്കെ വിശദീകരിക്കാൻ നിങ്ങൾക്ക് എനിക്ക് ഒരീസം തരും. അതാണ് ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. വളരെ അതിന്റെ ആയത്തുകൾ മുഴുവൻ ആയത്തുകളുടെ സംഗ്രഹമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഖുർആനിലെ ആയത്തുകളുടെ ആകെ സംഗ്രഹമാണ് ഈ പറഞ്ഞത്. ഇബ്ലീസ് ഇറങ്ങിപ്പോരുമ്പോ പറഞ്ഞു എനിക്ക് സുൽത്താൻ വേണം, ഞാൻ അവരുടെ സുൽത്താൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞു. അവന്റെ ബുദ്ധിയുടെ സുൽത്താൻ. ആ സുൽത്താനാണ് ഈ സുൽത്താൻ. അല്ലാതെ നിങ്ങൾ പറയുന്നത് വിമാനമാവുന്ന ഒരു പവറില്ലാതെ ആകാശഭൂമികൾ പറന്നു പോകാൻ ജിന്നുകളെ ഇൻസുകളെ നിങ്ങൾക്ക് കഴിയില്ല. കഴിയുമെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു എന്നല്ല. അറിവിന്റെ ചിത്രകൾ ഭേദിച്ച് അറിവിന്റെ ആകാശങ്ങളിലേക്കും അറിവിന്റെ ഭൂമികയിലേക്കും നിങ്ങൾക്ക് പോകണമെങ്കിൽ ഈ സുൽത്താനിയത്ത് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങേണ്ടതുണ്ട് ഇബ്ലീസിൽ നിന്ന്. അതില്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഇതാണ് ആ പറഞ്ഞത്. അതാണ് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂ ഇല്ലാ ബിസുൽത്താൻ. അതാണ് സുൽത്താൻ. അല്ലാതെ ഭരണാധികാരിയല്ല. അതല്ല നമ്മുടെ ചിന്തയുടെ സുൽത്താനിയത്ത് ഇബ്ലീസ് ഇടിച്ചിട്ടാണേ. നിങ്ങൾ ഇന്ത്യയൊക്കെ മൂപ്പര് വാങ്ങി കയ്യിൽ വെച്ചിക്ക. ഇസ്സത്തും കിബറും എനിക്ക് ആരെയും അറിവ് വേണ്ട. ഇതന്നെ നമ്മുടെ ഈ ഇസ്സത്തും കിബറും ഏറ്റെടുത്തിട്ട് അതാണ് ഇബ്ലീസ്. മൂപ്പര് ഇബാവും ഇസ്തിക്ബാറുമാണ്. മൂപ്പര് വാങ്ങിയിട്ടാണ് നമ്മളെ ബുദ്ധിയുടെ സുൽത്താനിയത്ത്. അത് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാതെ സമാവാതി വല്ല അർളിന്റെ കിത്തറ് ഭേദിച്ച് കിടക്കാൻ നിങ്ങൾക്ക് കഴിയില്ലാന്നെ. അത് വാങ്ങി നിങ്ങൾക്ക് കിടക്കാം.